നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു ശമ്പളം കൊടുക്കാത്ത സ്റ്റാഫിനെ പോലെയാണ്. അതായത് ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് ഡേ ടൈം ഒരു 9 മണി മുതൽ 6 മണി വരെയും മറ്റും ആയിരിക്കും. ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ സർവീസ് ആവശ്യമുള്ള ഒരാൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ റെസ്പോണ്ട് ചെയ്യാൻ ആരും ഉണ്ടാകില്ല. അപ്പോൾ ആരാണ് ആ സമയത്ത് മറുപടി കൊടുക്കുക? ആ സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ആണ് നിങ്ങൾ എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത് എന്ന് കൃത്യമായി ഒരു ഉത്തരം കൊടുക്കുന്നത്. ഇങ്ങനെ കൃത്യമായൊരു ഉത്തരം ഒരു കസ്റ്റമർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് പ്രോപ്പർ ആയിരിക്കണം. വെബ്സൈറ്റ് ഇപ്പോൾ 5000 രൂപക്കും 10,000 രൂപക്കും ഒക്കെ വെബ്സൈറ്റ് ചെയ്തു തരും എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു തട്ടിക്കൂട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസിന്റെ ഐഡന്റിറ്റിയാണ് അത് ബാധിക്കുന്നത്. ഒരു പ്രോപ്പർ വെബ്സൈറ്റ് ഇല്ലാതെ ഇന്ന് ഒരു ബ്രാൻഡിന് വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ആ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കണം. ഇങ്ങനെ പ്രോപ്പറായ വെബ്സൈറ്റുകളെ SEO ഫ്രണ്ട്ലി വെബ്സൈറ്റ് എന്ന് പറയും. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന ഒരു ടേം ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. അതായത് ഏറ്റവും കൂടുതൽ ഇന്ന് സെർച്ചിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ആണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ് 90% ഉപയോഗിക്കുന്നത്. ഇത്തരം സെർച്ച് എഞ്ചിനുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ വെബ്സൈറ്റ് കാണിക്കണമെങ്കിൽ ആ വെബ്സൈറ്റ് SEO ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആയിരിക്കണം. SEO ഫ്രണ്ട്ലി ചില മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെബ്സൈറ്റ് SEO ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് സെർച്ച് എഞ്ചിനുകൾ തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. ഈ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ചില ക്രൈറ്റീരിയാസ് നോക്കിയാണ് വെബ്സൈറ്റ് SEO ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ കണ്ണൂർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ കാണിക്കുന്ന റിസൾട്ട് ആദ്യം കാണിക്കുന്ന വെബ്സൈറ്റ് സർവീസ് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ വെബ്സൈറ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. വെബ്സൈറ്റിന്റെ ക്വാളിറ്റി കൊണ്ടും അവരുടെ ഡിജിറ്റൽ പ്രസൻസ് കൊണ്ടും അതുപോലെ കസ്റ്റമർ റിവ്യൂ, ഇങ്ങനെ നിരവധി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഏറ്റവും നന്നായി SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് ആദ്യം കാണിക്കുന്ന റിസൾട്ടുകളിൽ ഉണ്ടാവുക.